ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അമ്പലവയൽ ആണ്ടൂരിലാണ് പൊതുദർശനം നടക്കുക. സംസ്കാരം വൈകിട്ട് ആണ്ടൂർ നിത്യസഹായ മാതാപ്പള്ളി സെമിത്തേരിയിലും നടക്കും. സെപ്റ്റംബർ 10 നടന്ന അപകടത്തിലാണ് ജെൻസന് ഗുരുതരമായി പരിക്കേറ്റത്. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും സഹോദരിയും അടക്കം നഷ്ടപ്പെട്ട ശ്രുതിയുടെ ഏക ആശ്വാസമായിരുന്നു ജെൻസൺ. ശ്രുതിക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് പണിത് എന്നതായിരുന്നു ജെൻസന്റെ ആഗ്രഹം. ഇരുവരും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ച് വിവാഹ നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു ദുരന്തമുണ്ടാവുന്നത്. അങ്ങനെയാണ് ശ്രുതിയെ തനിച്ചാക്കി ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജെൻസന്റെ മരണം ഇന്നലെ രാത്രിയോടുകൂടി സംഭവിക്കുന്നത്. എന്തായാലും ഈ ജെൻസന്റെ മരണ വാർത്തയിൽ കേരളം മുഴുവൻ ഞെട്ടലിലാണ്. മുഖ്യമന്ത്രി അടക്കം ഇതിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അതിനുശേഷം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അങ്ങനെയെങ്കിൽ പൊതുദർശനം അടക്കമുള്ള നടപടികളാണുള്ളത്. ഒരു നാട് മുഴുവൻ തേങ്ങുകയാണ്. ചൂരൽമല മുണ്ടക്കൈ മേഖലകളെ കാർന്നെടുത്ത ആ വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ മറ്റൊരു നോവായി ശ്രുതിയുടെ ജീവിതം മാറിയിരുന്നു. അവിടെ ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ജെൻസൺ എന്ന പ്രതിശ്രുത വരനാണ്. ജെൻസൺ അവരുടെ വിവാഹ വാർത്തകളുമായി വിവാഹ നീക്കവുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ജെൻസനെ വലിയൊരു അപകടം കവർന്നെടുക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഈ ദുരന്തം എത്ര കണ്ട് വ്യാപ്തിയുള്ളതാണ് എന്നത് കേരളത്തിൻ്റെ പൊതുമനസ്സിന് മുന്നിൽ ആവർത്തിക്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അതെല്ലാവരും നമ്മൾ കണ്ടതാണ്, ചർച്ച ചെയ്യുന്നതുമാണ്. എന്താണ് അവിടുത്തെ നീക്കങ്ങൾ? വയനാട് എങ്ങനെയാണ് ജെൻസനെ യാത്രയാക്കുക? എങ്ങനെ ശ്രുതിയെ ആശ്വസിപ്പിക്കും? സത്യത്തിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, അതിന്റെ ആഴം, അതിൽ നിന്ന് കര കയറുമ്പോഴാണ് വീണ്ടും ശ്രുതിയുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ ഒരു മുറിവുണ്ടാക്കി ജെൻസൺ വിടവാങ്ങിയിരിക്കുന്നത്. ഇനി ശ്രുതി ഒറ്റയ്ക്കാണ്. അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ജെൻസന്റെ മൃതദേഹം സുൽത്താൻ ബത്തേരിയിലാണ്. അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തിയാവുകയാണ്. 12 മണിക്ക് ശേഷം സുൽത്താൻ ബത്തേരിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് അമ്പലവയലിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. ആദ്യം അമ്പലവയലിൽ ഒരു ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നും പൊതുദർശനം പൂർത്തിയാക്കി ജെൻസന്റെ വീട്ടിലേക്കും തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയുന്നത്. വൈകുന്നേരം 3 മണിക്കാണ് സമയക്രമമെങ്കിലും കാരണം നാട് മുഴുവൻ ഈ ഒരു ദുരന്തത്തിൽ, ഈ ഒരു ശ്രുതിയുടെയും ജെൻസന്റെയും ജീവിതത്തിൽ ഉണ്ടായ ഈ സംഭവത്തിൽ വിളങ്ങടിച്ചു നിൽക്കുന്നുണ്ട്. പൊതുദർശനത്തിന് അദ്ദേഹത്തിന് അവസാനമായിട്ടൊരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുക ഒട്ടേറെ പേര് എത്തിച്ചേരും. സ്വാഭാവികമായി ആ ഒരു സമയം ക്രമം എപ്പോൾ തീരുമെന്നൊന്നും നമുക്ക് പറയാനാകില്ല. കാരണം അത്രമാത്രം വലിയ വേദനയാണ് എല്ലാവർക്കും ഈ ഒരു ജീവിതം. അനുമോദ്, മുഖ്യമന്ത്രി അടക്കം ഇന്നലെ ആശ്വസിക്കാൻ പാടുപെടുകയാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലടക്കം നമുക്കിപ്പോൾ തൽക്കാലം ആശ്വാസവാക്കുകൾ ചൊരിയാൻ മാത്രമേ കഴിയൂ എന്നൊക്കെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നു. കേരളത്തിൽ മൊത്തത്തിൽ വലിയൊരു ദുരന്തമായി മാറുകയാണ്. ശ്രുതി എവിടെയാണുള്ളത്? ഒപ്പം ശ്രുതിയെ ആശ്വസിപ്പിക്കുക എന്നതൊക്കെ ഒരു വലിയ വെല്ലുവിളിയാണല്ലോ. കാരണം എല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയുടെ അവസാന ആശ്രയം കൂടിയാണ് നഷ്ടമാവുന്നത്. ഈ പൊതുദർശനവും പിന്നീട് സംസ്കാര നടപടികളും അതിനൊക്കെ വയനാട് മുഴുവൻ പങ്കെടുക്കും, അങ്ങനെയല്ലേ? യെസ്, അനുമോദാണ് വിശദീകരിച്ചുകൊണ്ടിരുന്നത്. വയനാട്ടിലെ ഈ ദുരന്ത കാഴ്ച, ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ യാത്രയായപ്പോൾ എങ്ങനെ ശ്രുതിയെ ആശ്വസിപ്പിക്കുമെന്ന ചോദ്യമാണ്. ഏവർക്കും കണ്ണീരാവുന്ന കാഴ്ചകളാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അനുമോദ്, നമ്മൾ പറഞ്ഞു വന്നത് ഈ അവിടെ പൊതുദർശന നടപടികളും മറ്റുമാണ്. ശ്രുതിയെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന ചോദ്യം ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. അത് എന്ത് നടപടി എങ്ങനെയെന്നുള്ളതാണ്. എല്ലാം നഷ്ടമായ ശ്രുതിയുടെ അവസാന ആശ്രയം കൂടിയാണ് ഇല്ലാതാവുന്നത്. ശ്രുതിയെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നത് വലിയ വെല്ലുവിളി. എന്താണ് വയനാടിൻ്റെ ഒരു പൊതു ആംബിയൻസ്? എന്താണ് ഈ പൊതുദർശന ചടങ്ങുകളിലൊക്കെ അവിടെ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, ശ്രുതി ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രുതിയെ ജെൻസൺ ചികിത്സയിലായിരുന്ന വെന്റിലേറ്ററിൽ കിടന്നിരുന്ന അവിടെ കൊണ്ടുചെന്ന് കാണിച്ചപ്പോൾ തന്നെ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിരുന്നു. അതീവ ഗുരുതരമായ സാഹചര്യമാണ്. ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും തീവ്രമായ ദുഃഖം നൽകുന്ന ഒരു കാര്യം. ആ കുട്ടിക്ക് അറിയാം
ഇനി താൻ ഒറ്റയ്ക്കാണ് തന്റെ ജീവിതത്തിൽ യെസ്, അതാണ് അനുമോൾ വിശദീകരിക്കുന്നത്. എന്തായാലും അവിടുത്തെ സാഹചര്യം അതാണ്. ശ്രുതിയെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന ചോദ്യമാണ് എല്ലാവർക്കും മുന്നിൽ ഉയർന്നു വരുന്നത്.